Mother Superior, Sister Maria Harshini, PTA Vice President Mr. Rupesh, and PTA President Mrs. Jasmina, Sister Janet, Headmistress Sister Vijay, Ms. Sindhu, PTA Executive Members, SST Member Mrs. Sanjay, dear parents, esteemed teachers and non-teaching staff, and my beloved students. It is with great joy and warmth I welcome you all to our much-awaited Christmas celebration. This festive season is a time of love, hope, and joy. A time to cherish the moments we share with one another. It is also a time to reflect on the message of Christmas: peace, goodwill, and spirit of giving. Today, we gathered here to celebrate these values and create beautiful memories together. First of all, a heartfelt welcome to our beloved Mother Superior, Sister Maria Harshini, who has always been a guiding light for us and supported every initiative to make our school a place of joy and learning. Welcome, dear sister, to this program. ഇന്നെന്റെ കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദീസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ മമ്മയുടെ പേര് എന്താണെന്നറിയുമോ? അപ്പയുടെ പേരോ? ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്ന് യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവരുടെ യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയെ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്തു ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട്
മാതാവ് ഈശോയെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്നു നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാകട്ടെ എന്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം.
പോകാം പോകാം പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയെ കണ്ടിടുവാൻ. പോകാം പോകാം പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയെ കണ്ടിടുവാൻ. രാജാധിരാജൻ ദൈവത്തിൻ പുത്രനെ ഹൃദയത്തിലേറ്റിടുവാൻ, ഹൃദയത്തിലേറ്റിടുവാൻ. ചിമ്മി 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 താരകങ്ങൾ വിണ്ണിൽ നിന്നും പുഞ്ചിരിച്ചു. ചിമ്മി 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 താരകങ്ങൾ വിണ്ണിൽ നിന്നും പുഞ്ചിരിച്ചു. സ്വർഗദൂതരം നായി മഞ്ഞു പെയ്യും രാവിൽ ഹല്ലേലൂയ ഗീതം പാടുന്നു. സ്വർഗദൂതരം നായി മഞ്ഞു പെയ്യും രാവിൽ ഹല്ലേലൂയ ഗീതം പാടുന്നു. ദൂരെ 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 നിന്നും ജ്ഞാനികളെത്തി കൈനിറയെ കാഴ്ചയുമാ. ദൂരെ 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 നിന്നും ജ്ഞാനികളെത്തി കൈനിറയെ കാഴ്ചയുമാ. ദൈവ തിരുമുൻപിൽ എല്ലാം എല്ലാം നൽകി ലോകൈകനാഥനെ വണങ്ങിടുന്നു. ദൈവ തിരുമുൻപിൽ എല്ലാം എല്ലാം നൽകി ലോകൈകനാഥനെ വണങ്ങിടുന്നു. പോകാം പോകാം പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയെ കണ്ടിടുവാൻ. രാജാധിരാജൻ ദൈവത്തിൻ പുത്രനെ ഹൃദയത്തിലേറ്റിടുവാൻ, ഹൃദയത്തിലെ